തെരഞ്ഞെടുപ്പിന് മുൻപായി വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ. അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട 7 സംസ്ഥാനങ്ങളിൽ BJP കലാപം സൃഷ്ടിച്ചു. ന്യൂനപക്ഷങ്ങൾക്കെതിരായി വലിയ കടന്നാക്രമണം ഇതിന്റെ മറവിൽ നടന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ബാബറി മസ്ജിദിന്റെ തകർച്ചയും തുടർന്ന് കോടതിയും വ്യവഹാരങ്ങളും വിധിയുമെല്ലാം അടിസ്ഥാനപ്പെടുത്തി ആ സ്ഥലത്ത് പണിത ശ്രീരാമക്ഷേത്ര ഉദ്ഘാടന പ്രശ്നം യഥാർത്ഥത്തിൽ അതിനുശേഷം ഇന്ത്യയിൽ 7 സംസ്ഥാനങ്ങളിൽ വലിയ കലാപം തന്നെ നടക്കുകയുണ്ടായി. 7 സംസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൽ UP ഉണ്ട്, മധ്യപ്രദേശുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഗുജറാത്തുണ്ട്. ഇതെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. മുസ്ലിം ജനങ്ങൾക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള അതിക്രമം നടക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ബുൾഡോസർ തന്നെ വെച്ച് വീടുകൾ പൊളിക്കുകയാണ്. ഇത് 2024 നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വർഗീയമായ ധ്രുവീകരണത്തിന് ഉതകുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് രാമക്ഷേത്ര ഉദ്ഘാടന തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഭരണവർഗത്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് കാണാനും നമുക്ക് സാധിക്കും.